ലോകത്തിലെ ഏറ്റവും ഭംഗിയേറിയ പവിത്രമായ മസ്ജിദുൻ നബവിയാണ് നാം കാണുന്നത്. വിവിധ ഘട്ടങ്ങളിലെ വിപുലീകരണത്തിലൂടെയാണ് എന്നുള്ള രീതിയിൽ മസ്ജിദുൻ നബവി വിശാലമായത്. AD 622 മക്കയിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിഷ്യരോടൊപ്പം മണ്ണും മരവും ചുമന്ന് നിർമ്മിച്ചതാണ് മസ്ജിദുൻ നബവി. ചളിക്കട്ട കൊണ്ടുള്ള ചുമരുകൾക്കിടയിൽ ഈന്തപ്പന തടി തൂണാക്കി ഈന്തപ്പനയോലമേന 1050 ചതുരശ്ര മീറ്റർ നിർമ്മിക്കപ്പെട്ട ലളിതമായ ഒരു കെട്ടിടമായിരുന്നു അന്ന്. പിന്നീട് AD 628 നബിയുടെ ജീവിതകാലത്ത് തന്നെ 2500 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ നവീകരിച്ചു. നബിയുടെ വിയോഗശേഷം AD 638 രണ്ടാം ഖലീഫ ഉമറിൻ്റെ കാലത്ത് ആദ്യമായി 4200 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ 6 കവാടങ്ങളുമായി മസ്ജിദ് നവീകരിച്ചു. പിന്നീട് മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വീണ്ടും നവീകരിച്ചു. അന്ന് മസ്ജിദിനകത്തെ ഇഷ്ടികൾ അറബിക് കയ്യെഴുത്തുകൊണ്ട് അലങ്കരിച്ചു. സീലിംഗ് ഇന്ത്യൻ വുഡ് കൊണ്ടും തൂണുകൾ ഇരുമ്പും ഈയവും ഉപയോഗിച്ച് മാറ്റിപ്പണിതു. കൂടാതെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കായി ഒരു മിഹ്റാബും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടു. പിന്നീട് അബ്ബാസിയ ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ നിർദ്ദേശപ്രകാരം മദീന ഗവർണറായിരുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കായിരുന്നു പള്ളി നവീകരിച്ചത്. അതോടെ മസ്ജിദ് 2369 ചതുരശ്ര മീറ്റർ കൂടി ചേർത്ത് വിശാലമാക്കുകയും 4 മിനാരങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പിന്നീട് അബ്ബാസിയ ഭരണാധികാരി തന്നെയായ ഖലീഫ മഹ്ദി അൽ അബ്ബാസി 2450 ചതുരശ്ര മീറ്റർ കൂടി വികസിപ്പിച്ചു. AD 1483 സുൽത്താൻ കൈത്തബിയുടെ നവീകരണത്തിന് ശേഷം ഓട്ടോമൻ തുർക്കി ഖലീഫയായിരുന്ന അബ്ദുൽ മജീദ് മുറാദ് അൽ ഉസ്മാനി